നമസ്കാരം. ഇന്ന് 2024 ജൂലൈ 11 വ്യാഴം. ഇന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൊടുത്തിട്ടുള്ള വാർത്ത ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, ജീവനക്കാർക്ക് വർഷം തോറും 2 ഗഡു ക്ഷേമ ബത്ത എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടിശ്ശികയെല്ലാം തീർത്ത് ഏറ്റവും വേഗത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള പെൻഷനുകളുടെ കുടിശ്ശിക തീർക്കുമെന്ന് വാക്ക് നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ദേശാഭിമാനിയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം നാളെ വിഴിഞ്ഞം തുറമുഖം തുറന്ന് പ്രവർത്തിക്കുവാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. അത് വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി, വികസന തീരമുണരുന്നു. അതായത് നാളെ തുറന്ന് പ്രവർത്തിക്കുവാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇന്ന് വിഴിഞ്ഞത്ത് ആദ്യത്തെ ചരക്ക് കപ്പലെത്തി എന്ന വാർത്തയാണ് ദേശാഭിമാനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ഒട്ടും പ്രാധാന്യം ചോരാതെ തന്നെ കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി, വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹത. അതായത് CRPC 125 പ്രകാരം മതവ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ജീവനാംശം നേടാമെന്ന സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണത്. ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. അതിൽ തന്നെ ഒരു ഓരത്തായിട്ട് കുറ്റപത്രം നൽകി ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI. നമ്പി നാരായണനുമായി ബന്ധപ്പെട്ടുള്ള ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്ന CBIയുടെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇടത് സൈഡിൽ ചെറുതായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ട് പേജ് ദേശാഭിമാനിയുടേത്. ഇതിൽ തന്നെ ഇന്നത്തെ എല്ലാ പ്രധാന പത്രങ്ങളിലും ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. പിന്നീടുള്ളത് ക്ഷേമ പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്, മറ്റൊന്ന് ചാരക്കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത, അതുപോലെ തന്നെ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നതടക്കമുള്ള വിധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ദേശാഭിമാനി വിഴിഞ്ഞം തുറമുഖത്തെ വികസന തീരമുണരുന്നു എന്ന തരത്തിലേക്ക് ദേശാഭിമാനി അത്തരത്തിലൊരു തലക്കെട്ടോടുകൂടി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൊടുക്കുമ്പോൾ, മലയാള മനോരമ ആദ്യ മദർഷിപ്പ് ഇന്ന് വിഴിഞ്ഞത്ത്, ട്രയൽ റൺ ഉദ്ഘാടനവും സ്വീകരണവും നാളെ എന്ന മറ്റൊരു തലക്കെട്ടോടുകൂടി കൂടുതൽ വിവരങ്ങൾ ഉൾപേജുകളിലായി കൊടുക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ളൊരു വാർത്ത. ദേശാഭിമാനിയെ പോലെ തന്നെ മലയാള മനോരമയും കുടിശ്ശിക തീർത്ത് ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശികളെല്ലാം തീർക്കുമെന്നുള്ള വാർത്ത മലയാള മനോരമയും വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. വീണ്ടു വിചാരം എന്ന തലക്കെട്ടോടുകൂടിയാണ് അത് കൊടുത്തിട്ടുള്ളത്. അതായത് സർക്കാരിന് വീണ്ടു വിചാരം ഉണ്ടായിരിക്കുന്നു, ക്ഷേമ പെൻഷനെല്ലാം കൊടുത്തു തീർക്കുന്നു, ഘട്ടങ്ങളായി കൊടുത്തു തീർക്കുന്നുള്ള വാർത്തയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മുസ്ലിം സ്ത്രീകൾക്ക് ജീവിതാംശം ആവശ്യപ്പെടാമെന്നുള്ള വാർത്ത ഫ്രണ്ട് പേജിൻ്റെ താഴെയായി അല്പം പ്രാധാന്യത്തോടുകൂടി തന്നെ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. അതിന് തലക്കെട്ട് മുസ്ലിം സ്ത്രീകൾക്കും CRPC പ്രകാരം ജീവനാംശം ആവശ്യപ്പെടാമെന്നുള്ളതാണ്. ആ സുപ്രീം കോടതിയുടെ വിധി തലക്കെട്ടോടുകൂടി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതി പറഞ്ഞ കാര്യങ്ങളും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മലയാള മനോരമയിൽ കൊടുത്തിട്ടുള്ളത്, VC-മാർക്കെതിരെ ഗവർണറുടെ ഉത്തരവ്, കേസ് നടത്താൻ ചെലവിട്ട 1.13 കോടി തിരിച്ചടയ്ക്കണം എന്നുള്ള വാർത്തയാണ്. അതായത് ചാൻസലറായതിനെതിരെ കേസ് നടത്താൻ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി ഫണ്ടിൽ നിന്ന് ചെലവിട്ട 1.13 കോടി രൂപ തിരിച്ചടയ്ക്കാൻ ഗവർണറുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള ആ വാർത്തയാണ് മലയാള മനോരമ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിട്ടുള്ളത്. ഇതേ വാർത്ത മറ്റ് പത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദേശാഭിമാനിയിൽ ആ വാർത്ത അങ്ങനെ കൊടുത്തിട്ടില്ല. എന്നാൽ അതേ വാർത്ത ജന്മഭൂമിയിൽ വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. VC-മാരുടെ കേസ് അവരുടെ ചെലവിൽ നടത്തണമെന്ന് ഗവർണർ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. ജന്മഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള ജന്മഭൂമി സുപ്രീം കോടതിയുടെ ചരിത്രവിധി, മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിനായി ക്രിമിനൽ കേസ് നൽകാമെന്ന തലക്കെട്ടോടുകൂടി സ്ത്രീകൾക്ക് CRPC 125 പ്രകാരം ജീവനാംശത്തിന് വേണ്ടി പരാതി ജീവനാംശത്തിന് വേണ്ടി ആവശ്യപ്പെടാമെന്നുള്ള സുപ്രീം കോടതി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ജന്മഭൂമി തങ്ങളുടെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ജന്മഭൂമിയുടെ ആദ്യ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള മറ്റൊരു വാർത്ത, ദേശീയ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റത്തിൽ ജന്മഭൂമിയുടെ പങ്ക് സുപ്രധാനം എന്ന് JP നദ്ദ പറഞ്ഞ വാക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രധാന വാർത്തയാണ്. ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം PSC കോഴ ഇടപാട് സ്ഥിരീകരിച്ചു, സ്ഥലം മാറ്റത്തിന് വിശദീകരണം എന്ന തരത്തിലേക്ക് ജന്മഭൂമി മാത്രം അത്തരത്തിൽ പ്രാധാന്യത്തോടുകൂടി അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് PSC കോഴ ഇടപാട് സ്ഥിരീകരിച്ചിരിക്കുന്നു, 20 ലക്ഷം രൂപ പരാതിക്കാർക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതിൽ പ്രധാനമായി പറയുന്നത്. നേരത്തെ ദേശാഭിമാനിയിൽ ചാരക്കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഒരു ഭാഗത്ത് ചെറുതായി കണ്ടിരുന്നുവെങ്കിൽ ജന്മഭൂമിയിൽ അത് വളരെ പ്രാധാന്യത്തോടുകൂടി ഫ്രണ്ട് പേജിൽ തന്നെ CBI കുറ്റപത്രം, ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന പേരിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ജന്മഭൂമിയിൽ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത,
യുദ്ധത്തിനുള്ള സമയമല്ലെന്ന് ആവർത്തിച്ചു മോദി എന്നുള്ള വാർത്തയാണ്. അതായത് ഓസ്ട്രേലിയൻ ചാൻസലറായ കാൾ നെഹ്മർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അവിടെ അദ്ദേഹം വീണ്ടും യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ആവർത്തിച്ച് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അതും അല്പം പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. മലയാള മനോരമ ഈ ISRO ചാരക്കേസ് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI, പിന്നിൽ മുൻ CI വിജയൻ, കാരണം മറിയം റഷീദിനോടുള്ള വിരോധം, നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് തെളിവില്ലാതെ എന്ന തരത്തിലേക്കുള്ള വാർത്തയാണ് മലയാള മനോരമയിൽ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി അത്തരത്തിൽ ഒന്നും തന്നെയല്ല പ്രാധാന്യമുള്ള വാർത്തയായി കൊടുത്തിട്ടുള്ളത്. മാതൃഭൂമി കൊടുത്തിട്ടുള്ളത് ESI ശമ്പള പരിധി ഉയർത്തും, അത് 30,000 രൂപയാക്കുമെന്നുള്ള വാർത്തയാണ്. ഇപ്പോൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുവാനുള്ള പരമാവധി ശമ്പള പരിധി 21,000 രൂപയാണെങ്കിൽ അത് 30,000 രൂപയായി അത് 30,000 രൂപയായേക്കുമെന്ന വാർത്തയാണ് പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. കളർഫുൾ ഫൈറ്റ് എന്ന പേരിൽ മാതൃഭൂമി ഒരു കൗതുക വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് നീലക്കോഴികൾ, അങ്ങനെ സുലഭമായി കാണാത്ത നീലക്കോഴികൾ കോട്ടയത്തെ ഒരു പാടശേഖരത്ത് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള മനോഹരമായ ഒരു ചിത്രം, അത് കളർഫുൾ ഫൈറ്റ് എന്ന തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. മാതൃഭൂമി മുസ്ലിം സ്ത്രീകൾക്ക് ക്രിമിനൽ കേസ് നൽകാമെന്ന തലക്കെട്ടോടുകൂടി ജീവനാംശത്തിന് വേണ്ടി സ്ത്രീകൾക്കും അവകാശപ്പെടാമെന്നുള്ള വാർത്ത അല്പം പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് പത്രങ്ങളിൽ കൊടുത്തിട്ടുള്ള പോലെ അത്ര വലിയ പ്രാധാന്യം മാതൃഭൂമി അതിൽ കൊടുത്തിട്ടില്ല. വിഴിഞ്ഞത്ത് ഇന്ന് ചരിത്രം പിറക്കും എന്ന തലക്കെട്ടോടുകൂടി താഴെ ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വളരെ ചെറുതായി കൊടുത്തിട്ടുണ്ട്. വലിയ പ്രാധാന്യമൊന്നും വിഴിഞ്ഞ വാർത്ത കൊടുത്തില്ല. ഇന്ന് കൗതുക വാർത്തകൾക്കാണ് മാതൃഭൂമി കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കുട്ടിയാനയെ 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അമ്മയാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ചകൾ എന്ന് പറഞ്ഞ് ആ കാഴ്ച അതിൻ്റെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ആരും എടുക്കരുത്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം, ഇതൊക്കെ നിസ്സാരം, പിടിച്ചു കയറി വാടാ മോനെ, അമ്മയാണമ്മേ അമ്മ എന്ന തരത്തിലേക്ക് വളരെ കൗതുകരമായിട്ടാണ് ആ വാർത്ത അവർ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ബഹിരാകാശത്ത് സുനിത വില്യംസ് വാർത്താ സമ്മേളനം നടത്തിയുമായുള്ള വാർത്ത. അതായത് ഇന്ന് മാതൃഭൂമി മൊത്തത്തിൽ കൗതുകരമായ വാർത്തകൾക്ക് കുറച്ചുകൂടി അധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം ESI ശമ്പള പരിധി ഉയർത്തുന്നതും മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് വേണ്ടി ആവശ്യപ്പെടാനുള്ള വാർത്തയും വിഴിഞ്ഞം തുറമുഖത്തിനൊക്കെ ചെറിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഫ്രണ്ട് പേജ് അവർ ചെയ്തിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക അത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ കുട്ടിയാനെ രക്ഷിക്കുന്ന ചിത്രത്തോടുകൂടി അല്പം പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത കൊടുത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കാട്ടാനകളുടെ എണ്ണം അനിയന്ത്രിതമല്ല എന്ന മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദീപികയിൽ ഏറ്റവും പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതും ക്ഷേമ പെൻഷൻ തുക ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കുമെന്നുള്ള മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ഷേമാശ്വാസം എന്ന തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് കൊടുക്കാൻ പണം എവിടെയെന്നുള്ള VD സതീശന്റെ ചോദ്യം അതിനോടൊപ്പം തന്നെയുണ്ട്. നമ്മൾ നേരത്തെ ജന്മഭൂമിയിലൊക്കെ കണ്ട VC-മാരുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ദീപികയിലും പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട്. VC-മാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണം എന്ന് ഗവർണർ പറഞ്ഞ ആ വാർത്ത പ്രാധാന്യത്തോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം ദീപിക അല്പം വ്യത്യസ്തമായി പറഞ്ഞിട്ടുള്ളത് 3-6 ക്ലാസ്സുകളിൽ പാഠപുസ്തകം മാറും എന്നുള്ള വാർത്തയാണ്. ഒപ്പം നീറ്റ് വിവാദം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമെന്നുള്ള വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രാധാന്യം വളരെ കുറവായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖം ട്രെയിലർ റൺ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് ക്ഷണമില്ല എന്ന വാർത്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണകരമായ വാർത്തകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം ട്രെയിലർ റണ്ണിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് ക്ഷണമില്ല എന്ന തരത്തിലേക്കുള്ള വാർത്തയാണ് ദീപിക കൊടുത്തിട്ടുള്ളത്. അത് 1-ാം പേജിൽ താഴെയായി തന്നെ കൊടുത്തിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടാനുള്ള വാർത്ത മാധ്യമത്തിൽ വലത് ഭാഗത്ത് അല്പം പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം വിവാഹ മോചിതയ്ക്ക് CRPC പ്രകാരം ചിലവിന് അർഹത സുപ്രീം കോടതി എന്ന തലക്കെട്ടോടുകൂടിയാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ വകുപ്പുകളുടെ വിശദാംശങ്ങളൊക്കെ ഉൾപേജിൽ കൊടുത്തിട്ടുണ്ട്. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBI എന്ന തലക്കെട്ടോടുകൂടി ചാരക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്വന്തം കേസ് നടത്താൻ സർവകലാശാല പണം VC-മാർ 1.13 കോടി തിരിച്ചടയ്ക്കണമെന്ന് ഗവർണർ എന്ന തലക്കെട്ടോടുകൂടി VC-മാർ പണം തിരിച്ചടയ്ക്കണമെന്നുള്ള വാർത്ത ആദ്യ പേജിൽ തന്നെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. തുരങ്കത്തിൽ വെള്ളക്കെട്ട്, കൊങ്കണിൽ ചില ട്രെയിനുകൾ റദ്ദാക്കി, വഴിത്തിരിച്ചു വിട്ടു എന്നുള്ള വാർത്തയാണ് മാധ്യമം കുറച്ചുകൂടി വ്യത്യസ്തമായി നൽകിയിട്ടുള്ള ഒരു വാർത്ത.
മറ്റുള്ള പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആദ്യ പേജിൽ നൽകിയിട്ടുള്ള വാർത്ത അതാണ്. എന്നാൽ കേരള കൗമുദി തങ്ങളുടെ ആദ്യ പേജ് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി തന്നെ നൽകിയിരിക്കുകയാണ്. വന്നു കേരളത്തിന്റെ കപ്പൽ യുഗം എന്ന തലക്കെട്ടോടുകൂടി വിഴിഞ്ഞം തുറക്കുന്ന പുതിയ മുഖം എന്ന പേരിലൊരു സ്പെഷ്യൽ എഡിറ്റോറിയൽ പോലെ എഴുതിയിട്ടുണ്ട്. ഒപ്പം വന്നു കേരളത്തിന്റെ കപ്പൽ യുഗം എന്ന തലക്കെട്ടോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിച്ച് എഴുതിയിരിക്കുന്നു. കേരള കൗമുദിയിൽ ചാരക്കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശികയുടെ വാർത്ത വലിയ പ്രാധാന്യത്തിലല്ല കൊടുത്തിട്ടുള്ളത്. സാമൂഹ്യക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കും മുഖ്യമന്ത്രി എന്ന തരത്തിലേക്കുള്ള ചെറിയൊരു തലക്കെട്ടോടുകൂടി വലത് ഭാഗത്തായി ചെറിയ പ്രാധാന്യത്തോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ചാരക്കേസ് മറിയം റഷീദ് വഴങ്ങാത്തതിന്റെ പക ഇൻസ്പെക്ടറുടെ പ്രതികാരദാഹം എന്ന് CBI കുറ്റപത്രം എന്ന തലക്കെട്ടോട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേരള കൗമുദിയുടെ ആദ്യ പേജ് ഉള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ. അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.